ഹലോ ഫ്രണ്ട്സ്, സച്ചിയുടെ ദേവതയും ചെമ്മന്നൂർ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ സച്ചിൻ ദേവതയും തന്നെ രാത്രി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെ നമുക്ക് നാളത്തേക്ക് ക്യാഷ് ഉണ്ടാക്കാം അങ്ങനെയുള്ള രീതിയിൽ. അതായത് കുറേ റൊമാൻസൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് എല്ലാം കൊണ്ട് നമ്മുടെ രേവതി കളയുന്നുണ്ട്. അതായത് റൊമാൻസിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ക്യാഷാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് രേവതി അവസാനിപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയെ കാണിക്കുന്നു. ശ്രുതി ഇങ്ങനെ എങ്ങനെയാണ് ഈ ചന്ദ്രമതി വീട് കയറിയ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം എങ്ങനെ ഇത് കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോവാണ്. ബാമയെടുത്ത് പോവാം. ബാമയെടുത്ത് ചെന്ന് കഴിഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ബാമയെടുത്ത് ചെന്നിട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതിമോളെ വാ എത്ര നാളെ കണ്ടിട്ട് എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഒത്തിരി നാളായാലും ഇവിടെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയാം, അല്ലാണ്ട് എന്താ ഞാൻ വന്നുകൂടെ ഒന്നും ശരിയാകത്തില്ല എന്നൊക്കെ ചോദിക്കുക. മോളെ നീ എപ്പോൾ വേണം വരാം, പക്ഷേ നീ ഇവിടെ വർക്ക് ചെയ്തിട്ട് എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നിൻ്റെ അമ്മായിമ്മ അതായത് ചന്ദ്രമതി ഇതൊക്കെ സമ്മതിക്കുമോ അറിയത്തില്ലോ, നീ ഇങ്ങോട്ട് വന്നെങ്കിൽ ഇഷ്ടപ്പെടുമോ അറിയത്തില്ലോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല ആൻറ്റി, എനിക്കിവിടെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ആ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി വന്നു, അപ്പം ആൻറ്റി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ട് വന്ന് കയറിയെന്ന് പറഞ്ഞു. അതിലിപ്പോൾ എന്താ മോളെ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക. എന്നാ പറയാൻ മോളെ, ഇവിടെ ആരും ഇല്ല, അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ച് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പണിയെടുക്കേണ്ടത്, കയ്യും കാലെല്ലാം ഭയങ്കര ദേഹം വേനയും തലവേനയൊക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ ആൻറ്റി ഒന്നും പേടിക്കേണ്ട, ഞാൻ ഹെഡ് മസാജ് തരാമെന്ന് പറയും. ഹെഡ് മസാജ് ഒന്ന് വേണ്ട മോളെ, നിൻ്റെ അമ്മായിമ്മ കണ്ടു കഴിഞ്ഞാൽ അല്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം, അതൊന്നും അറിയാനൊന്നും പോകുന്നില്ല, എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയും ബാമയെടുത്ത് ഈ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് കൊണ്ടുപോകണം അതിനുവേണ്ടി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൈയും കാലെല്ലാം പിടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓരോന്ന് പറഞ്ഞ് സൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ബാമേൻ്റെ എങ്ങനെയാണ് അമ്മ ഈ കേസിൽ നിന്ന് മാറിയ, ലാൻഡ് ഈ കേസിൽ നിന്ന് മാറിയ ഒരു പെത്തും പിടിയും കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അച്ഛൻ വന്ന് പറഞ്ഞിട്ടോ ഒന്നും ഇതൊന്നും മാറിയില്ല, പിന്നെ എന്നാ പറ്റി മാറിയ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതെന്തെങ്കിലും ആട്ടെ മോളെന്ന് പറയും. അതിലൂടെ എല്ലാം ദൈവം സഹായിച്ചായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ ഭാവി ഓർത്ത് ദൈവം സഹായിച്ചിരിക്കുന്നു, അവൻ്റെ ഭാവി ഓർത്ത് ദൈവം സഹായിക്കുന്നു. അവൻ്റെ ഭാവി എന്നല്ല, അത് വക്കീലോ അതെ വക്കീൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നു, വക്കീൽ 2 ലക്ഷം കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ബാമയുടെ മുഖം മാറി. അയ്യോ ഇല്ലില്ല, അത് ഞാൻ അറിയാണ്ട് പറഞ്ഞ എന്നാ ആൻറ്റി ഇങ്ങനെ പറയുന്നത്, ആൻറ്റി പറഞ്ഞല്ലേ വക്കീലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ മാറ്റി പറയുന്നത്. അല്ല മോളെ വക്കീലാണെന്ന് പറഞ്ഞത് കറിഞ്ഞിപ്പം ഇത് ഞാൻ പറയരുത്, കറിഞ്ഞത് ചന്ദ്രമതി പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ് ഞാൻ ആൻറ്റിക്കൊരു മോളെ പോലെ അല്ലേ, പിന്നെന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ മറച്ചു വെക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് മോളെ ആർത്തും പറയരുതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇല്ല പറയത്തില്ലെന്ന് പറയുമ്പം അതേ ചന്ദ്രമതിക്ക് 2 ലക്ഷം രൂപ ബാമ കൊടുത്തായിരുന്നു. ആ ബാമ കൊടുത്ത 2 ലക്ഷം രൂപ ചന്ദ്രമതിക്ക് വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തായിരുന്നു. ആ 2 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് അതായത് 6 വക്കീൽ അതായത് ശരത്തിൻ്റെയൊക്കെ വക്കീൽ കൊടുത്തിട്ടാണ് ഈ കേസിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള രീതി പറയുന്നുണ്ട്. ആണോ, ശരി. എന്നിട്ട് തന്നെ ശ്രുതി തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് മാറാൻ കാര്യം എന്തെങ്കിലും ഇതിപ്പോൾ അല്ല ഈ മാറാൻ കാര്യമല്ല, ഇത് ക്യാഷ് കിട്ടിയത് ഉറപ്പാണോ ഇല്ലെന്ന് കൺഫേം ചെയ്യണമല്ലോ എന്ന്. അതെങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ചുമ്മാ പറയുന്നതല്ല എൻ്റെ നിൽക്കുമ്പോഴത്തേ ചുമ്മാ ഒന്നുമല്ല വേണം തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് നേരെ വിളിച്ചുകൊണ്ട് പോയിട്ട് റൂമിൻ്റെ അടുത്ത റൂമിൽ ചെന്ന് താക്കോലെടുത്ത് തുറന്ന് കാണിക്കുമ്പോഴത്തേക്ക് അലമാരൻ്റെ ഡോറൊക്കെ തുറന്ന് കാണിക്കുമ്പോൾ എൻ്റെ 2 ലക്ഷം രൂപ ഇരിക്കുന്നു. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാകുന്നത്, 2 ലക്ഷം കിട്ടിയിട്ടാണല്ലേ അങ്ങ് മാറി എന്നുള്ള രീതി പറഞ്ഞ് ശരി എന്തെങ്കിലും ആട്ടെ എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പം ഒരു കാര്യം ചെയ്യും, അത് ആരോടും പറയത്തില്ല ആൻറ്റി, അപ്പം ഞാൻ പോവാന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിറങ്ങുവാണ്. അടുത്താണെങ്കിൽ സീൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രേവതിയും സച്ചിയുടെ കണ്ണ് പൊത്തിക്കൊണ്ട് പോവുക. രേവതി നേരെ കണ്ണ് പൊത്തിക്കൊണ്ട് പോയിട്ട് പറയാം ഒരു സാധനം കാണിച്ചു തരാം. നേരെ ചെല്ലുമ്പോഴത്തേക്ക് അതൊരു മേശപ്പുറത്ത് 2 കല്യാണ മണ്ഡപത്തിൻ്റെ പൂ ഡെക്കറേഷൻ ചെയ്തായിട്ടുള്ള ഒരു ഫോട്ടോ അല്ല, ഒരു ഡെക്കറേഷൻ രീതിയിൽ സാമ്പിൾ വെച്ചേക്കുന്നത് അത് കാണിച്ചു കൊടുക്കണം. ഇതെന്നെ എന്താ ചോദിക്കുമ്പോൾ ഞാൻ സച്ചേട്ടനോട് പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെ പൂ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കാശ് തരുമെന്ന് പറഞ്ഞില്ലേ, ആ സാധനം സച്ചേട്ടൻ പറഞ്ഞു. ആണോ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇത് സൂപ്പറായിട്ടോ, നീ പിന്നെ ഭയങ്കര ക്രിയേറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിച്ച മോളെ, എങ്ങനെ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സച്ചേട്ടൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും, പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ സച്ചേട്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിന് കുറച്ച് ക്യാഷ് കിട്ടണം, ഇതൊക്കെ എങ്ങനെയുണ്ട് സച്ചേട്ടൻ അടിപൊളിയാന്ന് പറയും. അപ്പോൾ അങ്ങോട്ടത്തേക്ക് വർഷം കടന്നിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്ന ചോദിക്കുമ്പോഴത്തേക്ക് ഇന്ന പോലെ ഒരു കല്യാണ മണ്ഡപത്തിലൊക്കെ
അല്ല കല്യാണ മണ്ഡപം അല്ല പിറന്നാളെന്ന് പോലുള്ള സാധനങ്ങൾക്ക് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് ക്യാഷ് തരും. അത് പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനാന്ന് പറയുമ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ. ഈ ഡെക്കറേഷൻ കണ്ടിട്ട് തന്നെ ചേച്ചി ഇത്ര മാത്രം കഴിവുള്ള പെണ്ണാണെന്ന് ഞാൻ ഓർത്തു പോലില്ല. അപ്പം അത് കൊള്ളാം കേട്ടോ, സൂപ്പറാന്ന് പറഞ്ഞ് ശരി ആയിക്കോട്ടെ, വളരെ ഉപകാരം, ഇങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് തന്നിരുന്ന വളരെ ഉപകാരം എന്നൊക്കെ പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുക, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണം. മാർക്കറ്റിങ്ങോ? അപ്പം സച്ചിയോട് ചെയ്യും, മാർക്കറ്റിംഗ് ചെയ്യണം. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഓൺലൈൻ വഴി ഓർഡറൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്? അതിനൊരു കാര്യം ചെയ്യണം, ഓണർമാർ തന്നെ ഇതിൻ്റെ നമുക്ക് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് തരണം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം ഈ ഓണർമാർ തന്നെ ഈ പരസ്യം ചെയ്യണം എന്ന് പറയും. പരസ്യം ചെയ്യാൻ ഞാനെങ്ങനെ പരസ്യം ചെയ്യുന്നത്? അത് അപ്പം നല്ല സാരി ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ സാരി ഞാൻ തരാം, ഞാൻ ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നോളൂ, എൻ്റെ സാരി കൊണ്ട് പറഞ്ഞൊരു പച്ച സാരിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ആ സാരി സാരി കൊടുത്ത് വരികയാണ്. അപ്പോൾ സാരി എടുത്ത് അകത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അതൊരു മോഡേൺ ലുക്കിൽ, അത് അഡ്വർടൈസ്മെൻറ്റ് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡേൺ ലുക്കിൽ ഇവള് കടന്നു വരികയാണ്. നമ്മുടെ രേവതി കടന്നു വരുമ്പോഴത്തേക്ക് തന്നെ എന്തോ സൂപ്പറാന്ന് പറഞ്ഞിട്ട് അത് അതിശയിച്ച് നോക്കി നിൽക്കുക. എൻ്റെ ഭാര്യ ഇങ്ങനെ ഇത്രമാത്രം നല്ല രീതിയിൽ ഒരുങ്ങാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി അടിപൊളിയാന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിനെ പറയാം, വർഷേ എങ്ങനെയും ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാണ് സച്ചിയേട്ടാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പറയാം, ഇതെന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് പോലെ നിൽക്കുന്ന പറയുമ്പോഴത്തേക്കും സച്ചി പെട്ടെന്ന് കെട്ടിപ്പിടിച്ച്, ഞങ്ങൾക്ക് നിൽക്കാനൊക്കെ അറിയാം, നീ എടുക്കുന്ന പറയുമ്പോഴത്തേക്ക് നല്ലൊരു ഫോട്ടോയൊക്കെ എടുപ്പിക്കണം. ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല രീതിയിൽ ജോലിയൊക്കെ നിൽക്കണം. മാത്രമല്ല പിന്നെ സച്ചി പറയും, ഞാൻ പറഞ്ഞു തരുന്ന വാക്കുകൾ നീ അങ്ങനെ അതുപോലെ പറഞ്ഞാൽ മതി. അതായത് എല്ലാത്തരം കല്യാണത്തിനും പിറന്നാളിനും കുറഞ്ഞ നിരക്കിൽ പൂ ഡെക്കറേറ്റ് ചെയ്ത് തരുന്നതാണെന്ന് പറഞ്ഞുള്ളൊരു പരസ്യം ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ആദ്യം അടിച്ച് നിൽക്കെങ്കിലും രേവതി ചെയ്ത് അങ്ങനെ കൊടുക്കുവാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അവിടെ ഷോറൂമിൽ. അപ്പോൾ ശ്രുതി വന്നിട്ട് പറയും, ശ്രുതി ഈ മെയിലൊന്ന് ചെക്ക് ചെയ്ത് ഒരു രണ്ട് സബ് ഡീലർമാരുണ്ട്, അവർക്ക് ഇതിൻ്റെ കൊട്ടേഷൻ അയക്കണം, അതിന് അവരുടെ 2 ബാങ്ക് ഡീറ്റെയിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ആ മെയിലൊന്ന് ചെക്ക് ചെയ്യാൻ പറയും. ശ്രുതി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചെയ്തിട്ട് പോകത്തില്ല, ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറയാം. അപ്പോൾ എന്നാൽ ശരി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ആൻ്റണി കോൾ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആൻ്റണി എന്ന് പറയുമ്പോഴത്തേക്ക് പൈസ വന്നില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, പൈസ വന്നില്ലെന്ന് എനിക്കറിയാം, ഞാൻ അതിന് പൈസ അയച്ചാലല്ലേ നിനക്ക് പൈസ വരത്തുള്ളൂ, പക്ഷേ നിന്നെ കളിയാക്കുവാണോ? കാശ് അയക്കാൻ പറഞ്ഞാൽ കാശ് അയച്ചു തരണം, കാരണം നീ അല്ലാതെ കളിച്ചുകൊണ്ടിരിക്കരുത്, കാരണം അവൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അവൻ ഇന്നോ നാളോ ചാകാൻ കിടക്കുക, എത്രയും പെട്ടെന്ന് ക്യാഷ് അയച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ അവന് റിക്കവർ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ഞാൻ മാപ്പസാക്ഷിയാവും, നിന്നെ കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ ഇവൻ ചത്തി കഴിഞ്ഞ് നേരെ നിൻ്റെ നിൻ്റെ കുടുംബമായിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ശവം ഇട്ടിട്ട് ഞാൻ എൻ്റെ പണി നോക്കും, പോലീസ് തന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയും ചെയ്യുന്നു പറയാം. നീ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എങ്ങനെയും ക്യാഷ് റെഡിയാക്കാന്ന് പറയുമ്പോൾ ക്യാഷ് റെഡിയാക്കണം, പെട്ടെന്ന് തന്നെ റെഡിയാക്കണം, നീ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആന്റണി ഭീഷണിപ്പെടുത്താൻ. ശരിക്കും അത് കഴിഞ്ഞ് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ 2 ലക്ഷം രൂപ നീ എവിടെ പോകും അങ്ങനെ അപ്പോഴാണ് ആയിരിക്കുന്ന ബാമ എടുത്തിരിക്കുന്ന 2 ലക്ഷം, ചന്ദ്രമതിയിൽ 2 ലക്ഷം രൂപ ബാമ എടുത്തിരിക്കുന്ന കാശ് ആലോചിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പൊക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രുതി ആലോചിച്ചിട്ട് നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പം ശ്രുതി വരും. ശ്രുതിയോട് പറയും, എനിക്കൊരു ഒരു ക്ലയൻറ്റ് ഉണ്ട്, ആ ക്ലയൻറ്റിനെ കാണാൻ പോകുകയെന്ന് പറഞ്ഞു. ശരി എന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞ് ശ്രുതിയും വിടും. ശ്രുതി നേരെ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി വരിക. ക്ലയൻറ്റിനെ കാണാൻ വന്ന് ക്ലയൻറ്റിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റാന്ന് പറഞ്ഞ് വരുന്നത് ബാമയെടുത്തൊരു ചന്ദ്രമതിയും ബാമ അവിടെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി കുറച്ചുള്ള ഒരു 5-6 പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കൊച്ചു പറയും, അടിപൊളി ആൻറ്റി, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ആൻറ്റി ചെയ്യുന്ന അടിപൊളിയാണ്, അതൊന്നും കൂടെ കാണിച്ചു തരാം മാസ്റ്റർ എന്നൊക്കെ പറയാം. ശരി കാണിച്ചു തരാമെന്ന് പറയുമ്പോഴത്തേക്ക് അവളെ സൂചിപ്പിക്കുക. അങ്ങനെ സൂചിപ്പിച്ചും 2-3 സ്റ്റെപ്പൊക്കെ എടുത്ത് ചന്ദ്രമതി കാണിക്കുകയാണ്. ചന്ദ്രമതി കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ കൊച്ചു പറയുകയാണ്, അയ്യോ മാസ്റ്റർ ചെയ്യുന്ന പോലെ അല്ല, ആൻറ്റി ചെയ്യുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ആൻറ്റി ഒരു കലാതിലകം തന്നെയാണ് അതായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് സൂചിച്ച് 2 സ്റ്റെപ്പൊക്കെ എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സൂചിച്ചിട്ട് പറയാം, ബാമയോട് പറയാം, എൻ്റെ പിള്ളേരെ ഇവർക്ക് എല്ലാം എൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ മനസ്സിലാണ്, പക്ഷെ അവർക്ക് ഒന്നും അറിയത്തില്ല, ഒരു കിണ്ടി അറിയത്തില്ല,
എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും എൻ്റെ കഴിവ് അറിയത്തിലൊന്നുമില്ല, അവർ നമ്മളെ കുറ്റപ്പെടുത്താനും എന്നെ ഒക്കെ മാത്രമേ അവർ നിൽപ്പുള്ളൂ എന്നുള്ള രീതിയിൽ പറയുവാണ്. അത് കഴിഞ്ഞുകൊണ്ട് നിങ്ങളെന്നാൽ പൊക്കോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടും. പിള്ളേരെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ശ്രുതി കയറി വിടുകയാണ്. ശ്രുതി കയറി വരുമ്പോഴത്തേക്ക് ആൻറ്റി എന്നാണ്ട് വിശേഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മോളെ ഇവിടെ ഉണ്ടോ, ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അല്ല ആൻറ്റി, ഞാനൊരു നോർത്ത് ഇന്ത്യൻ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുക. ഫംഗ്ഷൻ അതായത് പലഹാരമൊക്കെ കൊണ്ട് ഉണ്ടാക്കിയൊരു കുറേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അങ്ങനെ നടന്നുകൊണ്ടപ്പോഴത്തേക്കും ഞാൻ അവരോട് പറയും ചെയ്തു, എൻ്റെ ആൻറ്റി എന്നെ പോലെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്നൊരു സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേരെയൊക്കെ അയക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആൻറ്റിയുടെ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് അവർ കുറേ പലഹാരങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ മോള് കണ്ട മാമ, എൻ്റെ മോളെ എവിടെ പോയാലും എൻ്റെ കാര്യങ്ങളെല്ലാം ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഒരുത്തിയുണ്ട് പൂക്കാരി, അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് എന്നെക്കുറിച്ച് താഴ്ത്തി പറഞ്ഞിട്ട് എന്നെ എപ്പോൾ പോയാലും എവിടെ പോയാലും കളിയാക്കുകയോ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മോൾ ഇവളാണ് എൻ്റെ സ്വത്ത്, ഇവളാണ് എൻ്റെ മുത്തുമണി, അതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് രീതി വാക്കുകളുണ്ട്. അമ്മാനും അടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രുതി പറയുവാണ്, ആൻറ്റി ഞാൻ നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് നേരെ മേശപ്പുറത്ത് പോകുന്നത്. മേശപ്പുറത്ത് സാധനങ്ങളെല്ലാം, അതായത് മോഡേൺ ആയിട്ടുള്ള കുറേ പലഹാരം കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ സാൻഡ്വിച്ച്, പപ്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. എല്ലാം എടുത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുഡ് കണ്ടപ്പോൾ തന്നെ രണ്ടെണ്ണം വീഴും. ഭാമയും വീഴും, ചന്ദ്രമതി വീഴും. എന്ന് പറഞ്ഞാൽ എൻ്റെ മരുമോളെ കണ്ടോ എനിക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടുണ്ടാക്കുന്നത്, അതായത് രേവതിയുടെ ഫുഡ് കഴിച്ച് മടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് മടുത്തോ, അല്ല ഇതുപോലുള്ള അവൾ നല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. എൻ്റെ രേവതി മോളൊക്കെ തന്നെ, അല്ല എൻ്റെ ശ്രുതി മോളാണ് എനിക്ക് വേണ്ടി ഇതുപോലുള്ള കഷ്ടപ്പാടും ഇതൊക്കെ അനുഭവിക്കുന്നത്. അവളാണ് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ. എന്നെക്കുറിച്ചുള്ളൊരു അവിടെ ഒരുത്തിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ട 2 മരുമകളാണ്. അതിൽ ഒന്ന് വർഷ, ഒന്ന് ശ്രുതി മോള്. വർഷ എന്ന് പറയുമ്പോൾ കുറേ കാശിൻ്റെയും പണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പുറകെ പോകുന്നു. പക്ഷേ ഇവളാണ് സ്നേഹം മാത്രം എനിക്ക് തരുന്നത്. സ്നേഹവും ഇവൾക്ക് അത്യാവശ്യം സാമ്പത്തികമുണ്ട്, പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നും കാണിക്കുന്നു. പക്ഷേ എൻ്റെ അടുത്ത് നല്ല സ്നേഹവും കാണിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ കൂട്ടാടുന്നത്. എനിക്കൊരു മകളില്ല എന്നുള്ളൊരു ധാരണ ഇല്ലാതാക്കി കളയുന്നത് എൻ്റെ ഈ ശ്രുതിമോളാണ്. അവളുടെ സ്നേഹവും അവളെന്നെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. എൻ്റെ അത് ശ്രുതിമോന് പറ്റിയൊരു പെണ്ണ് തന്നെയാണ് ശ്രുതിമോള് എന്നൊക്കെ പറഞ്ഞു സൂചിപ്പിച്ചുകൊണ്ടിരിക്കുക. അതെ. അപ്പോൾ ബാമ പറയാം, ഞാൻ മുഖേന വന്നിട്ടുള്ള ഒരു മരുമോളല്ലേ നിനക്ക്, ആ ക്രെഡിറ്റൊക്കെ നിനക്കുണ്ട്, കാരണം ഞാൻ ആ ക്രെഡിറ്റ് നിനക്ക് തന്നേ പറ്റൂ, അതിന് നിനക്ക് താങ്ക്സും ഉണ്ട്. അത്ര പിന്നെ 2 തീറ്റി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ചെറിയ രീതിയിൽ അടവെടുത്ത രീതിയിൽ ഒരു കോള് വരിക. ആർക്ക്? ശ്രുതിക്കൊരു കോള് വരും. കോള് വന്നിട്ട് പറയുക, ആൻറ്റി എനിക്കൊരു കോള് വരും, ഞാൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ശരി മോളെന്ന് പറയുമ്പോൾ അപ്പം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കോള് ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ട് അതായത് റേഞ്ച് കിട്ടുന്നതും പതുക്കെ മേലെ കയറി 2ാം നില എത്തിക്കഴിയുമ്പോഴത്തേക്ക് നേരെ ആ റൂമിൽ ചെന്ന് താക്കോലിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമായിരുന്നു. അവിടെ താക്കോൽ എടുത്തുകൊണ്ട് ഡ്രോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അന്ന് ക്യാഷ് എടുക്കുന്ന സീനാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അത് കഴിഞ്ഞ് അവിടെ താഴോട്ട് വരും. താഴോട്ട് വന്ന് അവരോട് പറയാം, ആൻറ്റി വെള്ളം വേണമെന്ന് ചോദിക്കും. വെള്ളം വേണ്ടാന്ന് പറയാം. വെള്ളം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ശരി. അത് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, ഇപ്പോൾ ഒരുമിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നെ ഡൗട്ട് അടിക്കും. ഒരുമിച്ച് പോവാം എന്താണ്, ക്യാഷ് കിട്ടുമല്ലോ എന്നുള്ള. ഇനിയിപ്പം അടുത്ത സീൻ നമ്മൾ കാണാൻ പോകുന്നത്, നാളത്തെ സീൻ കാണാൻ പോകുന്നത് ഇപ്പം ക്യാഷ് എടുത്ത ശ്രുതിയെ പിടിക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് കൊണ്ടുപോകുന്നുണ്ടോ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിരുന്ന് കാണാം. അതിനാൽ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.